വർഷങ്ങളായി അവർ BJPക്ക് വേണ്ടി കൃത്യമായി തന്നെ വോട്ട് മറിക്കുന്നുണ്ട്. സമാജ്വാദിയെ അവിടെ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയും സമാജ്വാദിയെ ഏതെല്ലാം വിധത്തിൽ തളർത്താമോ അതെല്ലാം BSP ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദിയുമായി സഖ്യം പങ്കിട്ടാണ് BSP 10ഓളം ലോക്സഭാ സീറ്റുകൾ നേടിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാത്ത BSP 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകൾ നേടിയത് അന്ന് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ഇക്കുറി BJPക്ക് വേണ്ടിയാണ് കൃത്യമായി പണിയെടുക്കുന്നത്. കാൻഷിറാം സ്ഥാപിച്ച ഈ പാർട്ടിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് കർഷകരെയും പിന്നോക്ക ദളിത് വിഭാഗങ്ങളെയും വഞ്ചിച്ച നേതാവാണ് മായാവതി എന്ന് അഖിലേഷ് യാദവ് എല്ലാ സമ്മേളനങ്ങളിലും കൃത്യമായി പറയുന്നുണ്ട്. BSPക്ക് അകത്ത് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ, പ്രത്യേകിച്ച് മായാവതിയുടെ തെറ്റായ വഴികളെ ചൂണ്ടിക്കാണിക്കുന്നവരെ പറഞ്ഞയക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. BSPയിൽ നിന്നും നിരവധി പേർ രാജിവെച്ച് സമാജ്വാദി പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുന്നു. മണ്ഡൽ കമ്മീഷൻ രൂപീകൃതമായതിനു ശേഷം ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്തെടുത്ത പാർട്ടികളിൽ ഒന്നാണ് BSP. 2007 അവർ മുഖ്യമന്ത്രി വരെയായി. അതായത് 2007 BSPക്ക് സമ്പൂർണ്ണ ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രിയായത്. മായാവതി ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് കഴിഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന ഖ്യാതി നേടിയ വ്യക്തിയാണ്. ആ റെക്കോർഡ് 2012 അഖിലേഷ് യാദവ് തന്റെ 32ാം വയസ്സിൽ മുഖ്യമന്ത്രിയായിക്കൊണ്ട് തിരുത്തിയത്. സമാജ്വാദി പാർട്ടിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ ഗണ്യമായി വർദ്ധിച്ചു. 32% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. എന്നാൽ പോലും സമാജ്വാദി പാർട്ടി അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അവർക്ക് ഏകദേശം 30ഓളം മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടത് 5000-ന് താഴെ വോട്ടുകൾക്ക് മാത്രമാണ്. അവിടെയെല്ലാം ജയിച്ചത് ഭൂരിപക്ഷം സ്ഥലത്തും BJP ആയിരുന്നു. അതിന് കാരണമായത് സമാജ്വാദി പാർട്ടിയെ BSP കൃത്യമായി തന്നെ അവരുടെ വോട്ടുകളെ ഭിന്നിപ്പിച്ചു എന്നുള്ളതാണ്. അത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഇത്തവണ BSPയെ കൈ അകലത്തിൽ നിർത്തുകയും അവരുടെ യഥാർത്ഥ ടാക്ടിക്സ് എന്താണെന്ന് വെച്ചാൽ അത് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണോ അസദുദ്ദീൻ ഒവൈസി AIMIMനെ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണോ ന്യൂനപക്ഷങ്ങളെ കൃത്യമായി തന്നെ വികേന്ദ്രീകരിക്കുന്നത്, ആ ഒരു സംവിധാനം തന്നെയാണ് BSP ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് UPയിലെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് അഖിലേഷ് യാദവും അതുപോലെ തന്നെ കോൺഗ്രസും.